നിയോൺ കൊച്ചി എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതിലാണ് പ്ലോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈബർ പങ്ക് ജോണറിൽ വരുന്ന മൂവി. എനിക്കൊന്നും അധികം മൂവീസ് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിൽ എത്തുമ്പോൾ ഒരു സിനിമ വരും. ഇപ്പൊ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലെജൻഡ്സ് ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സും ഇത്രയധികം ഫിലിം മേക്കേഴ്സിനെ കവർ ചെയ്ത് അവർക്കുണ്ടായ വിവരമാണ് സിനിമയെ പറ്റിയുള്ളത്. നമുക്ക് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പോയിന്റ്സ് കിട്ടും. അപ്പൊ ഞാൻ തന്നെ ഒരു ക്ലാരിറ്റിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ 13 വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അത് ആക്ച്വലി കൊള്ളാൻ തോന്നിയിട്ടുണ്ട്. ഇത് പെട്ടെന്നൊരു ബ്രേക്ക് കിട്ടി നമ്മൾ ഇങ്ങനെ ഒരു ഞാൻ അല്ല പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു ജേർണി തന്നെയാണ് എൻ്റെ ഒരു എനിക്ക് അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിലും ആ ജേർണി ഒരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഈസി വാക്കിൽ വന്ന് സിനിമകളൊക്കെ ചെയ്ത് ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ അച്ചീവ് ചെയ്ത് എവിടെയോ ഇരിക്കാമെന്ന് ആരും കരുതേണ്ടത്. ഈ മസ്തിഷ്ക മരണത്തിൽ ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഹോംവർക്ക് ഒന്നും ഈ പറഞ്ഞ ക്യാരക്ടർ എന്താണെന്നുള്ളതും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും പിന്നെ ഫ്യൂച്ചറിലാണല്ലോ കൂടുതൽ നമുക്ക് ഇല്ല. ഞാൻ എല്ലാം പ്രശാന്തിനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. മസ്തിഷ്ക മരണം സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് രണ്ടുപേരും നമ്മുടെ കൂടെയുണ്ട്. വിഷ്ണു അഗസ്ത്യയുണ്ട്, ദിവ്യപ്രഭയുണ്ട്. നമസ്കാരം. നമസ്കാരം. കുറെ നാളായിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്താണ് അപ്പൊ എന്താണ് വെച്ചിട്ടുള്ളത്? എന്താണ് മസ്തിഷ്ക മരണം? പ്രശാന്തിന്റെ ഒരു ക്രേസി അറ്റംപ്റ്റ് ആണ് മസ്തിഷ്ക മരണം. എനിക്ക് തോന്നുന്നു പ്രശാന്ത് ഭയങ്കര ക്രേസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു സൂപ്പർ ക്രേസി വൺ എന്ന് നമുക്ക് പറയാവുന്ന ഒരു സ്പേസ് ആയിരിക്കും. കാരണം 2040 എന്താ പറയുന്നത് കേരളവും ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും പിന്നെ ഡെഫിനറ്റ്ലി അങ്ങനെ ഫിക്ഷനൈസ് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഭിനയിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മളൊരു ഭയങ്കര പുതിയ വേൾഡിൽ അഭിനയിക്കുന്നത് പോലെ തോന്നുന്ന 2040 നമ്മൾ എന്തായിരിക്കും പോലും നമുക്കറിയത്തില്ല. അപ്പോൾ 2040 എന്തോ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. അല്ലേ 2046 സെറ്റ് ചെയ്തിരിക്കുന്ന നിയോൺ കൊച്ചി എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതിലാണ് പ്ലോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈബർ പങ്ക് ജോണറിൽ വരുന്ന മൂവി. എനിക്കൊന്നും അധികം മൂവീസ് അങ്ങനെ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഗഗനചാരി ഉണ്ട്, പിന്നെ ഓക്കെ കമ്പ്യൂട്ടർ, അങ്ങനെ ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ കുറച്ച് മൂവീസേ ഉള്ളൂ. മോർ ദാൻ ദ ജോണർ ഇത് ഫുൾ കോമഡി എന്റർടൈനർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഒരു സ്റ്റാർട്ടിങ് ടു എൻഡ് ചിരിക്കാൻ അങ്ങ് വിട്ടുകൊടുത്താൽ ചിരിക്കാം. കുറച്ച് നോ ബ്രെയിൻ സ്പേസ് ഉണ്ട് അതില്. എന്നാ എന്താ പറയുന്നത് ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഇഷ്യൂസും സ്പേസും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു ഫൺ റൈഡാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പുള്ളി ഇതില്. കാരണം നമ്മള് സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ സൈബർ പങ്ക് ജോണേഴ്സിൽ കൂടുതലൊരു ടെക്നിക്കൽ സ്പേസും നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ലീൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു സ്പേസ് എഫേർട്ട് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ എഫേർട്ട് പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ ഡിസൈനും കൂടെ പഠിച്ചതിൻ്റെ പേരിൽ ആ എഫേർട്ട് ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് 2046 അല്ലെ 40 ആ സ്പേസിൽ നിൽക്കുമ്പോൾ ഉള്ള ടെക്നോളജി സ്പേസ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ ഫണ്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയത്. ഭയങ്കരമായിട്ട് ഡിജിറ്റലി ഭയങ്കര എക്സ്പ്ലോർഡ് ആയിട്ട് നമ്മളിപ്പോഴും വി ആർ ലിവിങ് ഇൻ എ വേൾഡ് വെയർ വി ആർ എന്താ പറയുക സെർച്ചിങ് ഫോർ ഡോപ്പമൈൻ ലൂപ്സിലാണ്. പിന്നെ റാപ്പിഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. നമ്മളിങ്ങനെ എപ്പോഴും സ്വൈപ്പ് ചെയ്ത്. പക്ഷെ അപ്പം അവിടെ എത്തുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഇപ്പം ഡിജിറ്റൽ ബീങ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇമോഷണലി ഭയങ്കരമായിട്ട് സ്റ്റിമുലേഷൻ കിട്ടുകയും പക്ഷെ ആ ഒരു ബ്രെയിനിന്റെ ഇന്റലക്ച്വൽ സ്പേസ് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അങ്ങനത്തെ ഒരു വേൾഡ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പറയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് എത്ര ക്രേസി ആണെങ്കിലും എത്ര ടെക്നോളജി എന്ത് സ്പേസ് വന്നാലും നമ്മുടെ ഹ്യൂമൻസും ഇമോഷൻസും ഒക്കെ എന്താ പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും എനിക്കൊന്ന് നിങ്ങളുടെയും എൻ്റെയും നൊസ്റ്റാൾജിയ മാറുമെന്നേ ഉള്ളൂ. പക്ഷെ നൊസ്റ്റാൾജിയ ഈസ് ദെയർ. ആ ഡിപ്പെൻഡൻസി മാറും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന രീതി മാറും. നമുക്ക് ഭയങ്കര ഫീൽ ചെയ്തോണ്ടിരുന്ന കാര്യം ചിലപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ അത്രയും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവർക്ക് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഒന്നുണ്ടാവും, അവർക്ക് കണക്ട് ആവും. ഒരു ഗെയിം ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു
സംഭവം ഉണ്ടാവും. ഉണ്ടാവും. അപ്പൊ എത്ര ടെക്നോളജി വന്നാലും എനിക്ക് തോന്നുന്നു ഇമോഷൻസ് ബേസ് ചെയ്ത് ഉള്ള സ്റ്റോറി ടെല്ലിങ്ങിന് ഒരിക്കലും ഒരു അന്ത്യം ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മനുഷ്യന്മാരാണല്ലോ. അതെ. പിന്നെ ഇതൊരു ഫൺ റൈഡ് എന്ന് പറയുമ്പോഴും പാരലലി ഒരു സ്റ്റോറി പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛന് ആ ഒരു ഗ്രീഫ് ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗെയിമിൽ കയറുന്നതാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു പാരലലി പോകുന്ന ഇമോഷണലി ഹുക്ഡ് ആണ് കഥയുടെ പോക്കെന്നല്ലേ. അതെ അതെ അതെ. എന്തായാലും നമുക്ക് മറ്റേ ഇത് പറയുന്ന പോലെ ഫുൾ കഥ പറയരുത്, അതിന്റെ പവർ പോവില്ലേ മനെ. ഇത് ഓൾറെഡി ഉണ്ട് സിനോപ്സിസ്. നമ്മളെ നിങ്ങളുടെ രണ്ടുപേരുടെയും റോളുകൾ ഇതുവരെയുള്ള നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ആളുകൾക്ക് എടുത്ത് പറയാൻ പറ്റുന്ന റോളുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ RDXലെ പോൾസൺ ആണെങ്കിലും അല്ലെങ്കിൽ വിഷ്ണു ചെയ്തിട്ടുള്ള മറ്റ് കഥാപാത്രങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ദിവ്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ വി ഇമാജിനസ് ലൈറ്റിലെ കഥാപാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കിട്ടിലെ കഥാപാത്രം, അല്ലെങ്കിൽ മറ്റനവധി, ഞാൻ ഓരോന്നോരോന്നും പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഞാൻ നേരത്തെ ദിവ്യയെടുത്ത് പറയുന്നത്, വിഷ്ണു എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഭ്രാന്ത് വരുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ ആ ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു കഥ നിങ്ങളെടുത്തൊന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ നടത്തുന്ന ഒരു എക്സസൈസ് ഈ റോളിന് വേണ്ടിയിട്ട്? അതെന്തായിരിക്കും സംഭവം? ഞാൻ അങ്ങനെ ഭയങ്കര ഗഹനമായി ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളിപ്പോൾ ഒരു കഥ പറയുമ്പോൾ ഈ കഥ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഈ കഥ കാണാൻ ആഗ്രഹമുണ്ടോ എന്നുള്ള ഹോളല്ലേ നമ്മുടെ പാർട്ടിനേക്കാളും കൂടുതൽ മൊത്തത്തിൽ ഇത് ഭയങ്കര രസമാണല്ലോ. ഇതിനോട് ഇപ്പം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോറിയോട് എനിക്ക് ഈ ക്യാരക്ടർ കൊണ്ട് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് ഞാൻ കൂടുതൽ അങ്ങനെയാണ് ആലോചിക്കുന്നത്. അതായത് ഈ സിനിമയിൽ എൻ്റെ അഭിനയ സാധ്യത എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഭയങ്കര സെക്കൻഡറിയാണ്. മനസ്സിലായി? ഈ സിനിമ ഒരു രസമുള്ള സിനിമയായിരിക്കും, അപ്പൊ ഇതിൽ അഭിനയിക്കാന്നുള്ളതാണ്. അപ്പൊ അത്ര ആലോചനകളെ അതിനോടുള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിലിം മേക്കറുടെ മൈൻഡിലിരിക്കുന്ന ഈ കഥാപാത്രമോ അല്ലെങ്കിൽ ഈ സിനിമയോ ഇയാളിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കി എടുക്കാനാണ് ഞാൻ നോക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് ഇത് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാമോ എന്നൊക്കെ ചോദിച്ച് ഫിലിം മേക്കറിന്റെ ഒരു വിഷനൊന്ന് അലൈൻഡ് ആകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു മോഷൻ സിനിമയിൽ ഏതെങ്കിലും ഒരു ആക്ടർ ഭയങ്കര സ്ലോ മോഷനിൽ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് ദ സ്റ്റോറി ടെല്ലിങ്. അപ്പോൾ ഫിലിം മേക്കറിൻ്റെ മൈൻഡ് ക്രാക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുകളിലേക്കുള്ള ആലോചനകൾ, അതായത് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് അങ്ങനത്തെ ആലോചനകളൊന്നുമില്ല. എന്ത് ചെയ്യണം എന്നുള്ളത് ഡയറക്ടറിനെയും റൈറ്ററിനെയും എടുക്കുന്നതാണ്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളോ ഒക്കെ ഇതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കാം. മനസ്സിലാകുന്നു? അതായത് ഇതെനിക്ക് ഭയങ്കര രസമുണ്ടെന്ന് തോന്നാൻ ചിലപ്പോൾ അത് എല്ലാ മനുഷ്യർക്കും രസമുണ്ടെന്ന് തോന്നണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ സമയത്തുള്ളൊരു ഗട്ട് ഫീലിങ്ങിൽ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇത് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അത്രേ ഉള്ളൂ. ദിവ്യ എങ്ങനെ ഒരു എക്സസൈസ് ഉണ്ടോ? അതായത് ഒരു സിനിമ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, ഒരു കഥ കേൾക്കുമ്പോൾ ആ റോള് ഭംഗിയാക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ നോക്കുമ്പം എല്ലാം കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള വർക്ക്സ്, അങ്ങനെ നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ട്രസ്റ്റ് ഓൾറെഡി അവിടെ ഉണ്ടായി കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഇമോഷണൽ മാപ്പ്, ഇതൊക്കെ ചുമ്മാ ആലോചിക്കാന്നേ ഉള്ളൂ. ബാക്ക് ഓഫ് ദ മൈൻഡിൽ കിടന്നാൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞ റെഫറൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില ഫിലിം മേക്കേഴ്സ് റെഫറൻസസ് പറയാറുണ്ട്. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വായിക്കും, കാണും. അപ്പം അത് എവിടെയെങ്കിലും ഒക്കെ അത് വരുമായിരിക്കും എന്ന് തോന്നാറുണ്ട്. പക്ഷേ മസ്തിഷ്ക മരണത്തിൽ ഇപ്പം ഞാൻ ഇതിന് മുമ്പ് ചെയ്ത അറിയിപ്പാണെങ്കിലും അതിൽ സെയിൽസ്മാൻ ആണ് എനിക്ക് റെഫറൻസ് തന്നത്. ഓൾ വി ഇമാജിനിൽ അങ്ങനെ ഒരു റെഫറൻസ് ഇല്ല, പക്ഷെ നമ്മൾ ത്രൂ ഔട്ട് വർക്ക്ഷോപ്പ് ചെയ്തു. അപ്പം അത് അവരുടെ പ്രോസസ്സിലിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്തു. പലതിലും പല പ്രോസസ്. അപ്പം മാക്സിമം ഞാൻ പ്രെപ്പ് ഇല്ലാണ്ട് ഞാൻ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നത് പ്രിപ്പറേഷനിലാണ്. കാരണം പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതും കൂടി ഉണ്ട്. അതായത് ഒരു ബേസ്മെന്റ് സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എന്നിട്ട് ഫ്ലെക്സിബിൾ ആവുക. അതായത് അതിലിങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഡയറക്ടറിന്റെ വിഷൻ എന്താണോ അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം ഈ മസ്തിഷ്ക മരണത്തിൽ ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഹോംവർക്ക് ഒന്നും ഈ പറഞ്ഞ ക്യാരക്ടർ എന്താണെന്നുള്ളതും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും പിന്നെ ഫ്യൂച്ചറിലാണല്ലോ, അപ്പോൾ കൂടുതൽ നമുക്ക് ഇല്ല. ഞാൻ എല്ലാം കൃഷാന്തിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൺ ദ സ്പോട്ട് ഈ പറഞ്ഞ പോലെ
നമ്മളിങ്ങനെ ആക്ടേഴ്സ് തമ്മിലും ഞാനും നമ്മൾ രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ്. അപ്പം ഞാനും വിഷ്ണു ഒക്കെ മറ്റേ നമ്മൾ മറ്റേ നാളെ സീനാണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ വരാൻ അതെ 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 ഞാൻ എനിക്കുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് പിന്നെ ഞാൻ ദിവ്യയുടെ വർക്കുകളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ ആക്ടർ ഒരിക്കലും നമ്മൾ എസ്പെഷ്യലി എക്സ്പോസ്ഡ് ആവാത്ത ഒരു ഫ്ലെയർ പ്ലേ ചെയ്യുന്ന കാണാൻ ഭയങ്കര അതായത് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ദിവ്യയുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ദിവ്യ പ്രെപ്പിൽ വിശ്വസിക്കുന്ന ഒരാളായതിൻ്റെ പേരിൽ അതിനു മുമ്പ് നമുക്ക് പറഞ്ഞു നോക്കാനും അല്ല ഇങ്ങനെ ആലോചിച്ചാലോ എന്നൊക്കെ പറയാം. ഞാൻ പറയുക വെച്ചാൽ വെരി ഗ്രേറ്റ് ടു വർക്ക് വിത്ത്. ഭയങ്കര മ്യൂച്വൽ ആണ് ഇത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് ഇഷ്ടമാകുമ്പോൾ നമുക്കും കുറച്ചുകൂടി അല്ല ഞാൻ പറയുക വെച്ചാൽ അതിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ടേക്കിൽ പിടിക്കാം എന്നുള്ള സംഭവത്തേക്കാളും കൂടുതൽ അതിന് മുമ്പുള്ള ആലോചനകളും ഇതെല്ലാം വെച്ചിട്ട് പിന്നെ ആലോചന എല്ലാം വിടുക, പിന്നെ അങ്ങ് പ്ലേ ചെയ്യുക. അപ്പം അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ലോജിക്ക് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞ സാധനമില്ല, ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുത്തുകാർക്കാണെങ്കിലും ഒക്കെ. അപ്പൊ അതല്ലേ നമ്മൾ ടേക്കിൽ നിൽക്കുമ്പോൾ വരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഭയങ്കര പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. നമ്മുടെ ആ ഒരു ഫസ്റ്റ് തോട്ടായിരിക്കില്ല, അത് കഴിഞ്ഞിട്ട് അത് വേണ്ട, ഇംപ്രവൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് അത് നേരത്തെ തന്നെ ഇംപ്രവൈസ് ചെയ്ത് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത് ഇങ്ങോട്ട് കൊടുത്താൽ പോരെ, റീക്രിയേറ്റ് ചെയ്താൽ പോലെ. എനിക്ക് ഫീൽ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ഒരെണ്ണം എന്തോ ഒരു ക്യാരക്ടർ കിട്ടി നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ പ്ലേ ചെയ്യുമ്പോൾ നമുക്കൊരു ജമ്പാണത്. ആ ജമ്പിൽ നമ്മൾ കുറേ കാര്യം കാണും, ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതിന് മുമ്പ് നമ്മൾ ലാൻഡ് ചെയ്യും. പക്ഷെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജമ്പിൽ അതും ഇതും ഒക്കെ എടുത്തിട്ട് താഴെ വീഴാം. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ധാരണയില്ലായ്മ ഉണ്ടാവരുത്. പിന്നെ മോശമാണെങ്കിൽ എന്തായാലും നല്ല ഫിലിം മേക്കറിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോശമാണെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞത് മാറ്റിക്കൊള്ളും. അപ്പൊ ഇതിന് ഇത്ര ഭയങ്കര കൂലങ്കർഷമായി നമ്മൾ ആലോചിക്കേണ്ടതൊന്നുമില്ല. പ്രെപ്പ് ചെയ്തിട്ട് അങ്ങ് വിടുക, പിന്നെ അങ്ങനെ. അതാണ് എൻ്റെ ഒരു പ്രോസസ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സിനിമ മോഹിച്ച് സിനിമയിലേക്ക് വന്ന ആൾക്കാരാണ്, ഭയങ്കരമായിട്ട് സിനിമയെ ആഗ്രഹിച്ച് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണെങ്കിൽ പോലും നമ്മളെ തന്നെ പുഷ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ തന്നെ പുഷ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻ ടേംസ് ഓഫ് ഈ പറഞ്ഞ പോലെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സ്വയം നിങ്ങളെ വിലയിരുത്തുമ്പോഴത്തേക്കും ഞാൻ ചെറിയ മടിയനാണെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പുഷ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ സിനിമ മോഹിച്ചിട്ട് വന്ന ആളല്ലേ. അതായത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ എറണാകുളത്ത് MBA ചെയ്യുന്നുണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജോഗിങ്ങിന് പോയപ്പോൾ ഞാൻ ഇന്റർവ്യൂസിന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് അറിയത്തില്ല അഭിനയിക്കാൻ. സ്കൂളിൽ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ചെറിയ റോളിന് വിളിക്കുന്നു, പിന്നെ എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഡയലോഗ്സ് ഒന്നുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല എന്ന്. കാരണം പണി പാളുന്നു. പിന്നെ ഞാൻ ഇതിനൊന്നും ഫിറ്റിനാവുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ പതുക്കെ ഇതിൻ്റെ ഒരു കിക്ക് കിട്ടി തുടങ്ങി. ഇത് കൊള്ളാമെന്നുള്ളതും പതുക്കെ ആ ക്രാഫ്റ്റ് അറിഞ്ഞിട്ടാണ് പാഷൻ ഉണ്ടായത്. അറിഞ്ഞിട്ടെന്ന് വെച്ചാൽ കുറച്ചത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ട്. പിന്നെ വർക്ക്ഷോപ്സിനൊക്കെ ഇടയ്ക്ക് പോവാറുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ലൈറ്റാണ് ലൈഫ് ജനറലി. എനിക്കങ്ങനെ സ്ട്രെസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ മാക്സിമം കുറച്ചിങ്ങനെ സമാധാനപരമായിട്ട് തന്നെ അത് ഡീൽ ചെയ്തിട്ടുള്ളൂ. സ്ട്രഗിൾസ് ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ഓഡീഷൻസ് ഇപ്പോൾ ടേക്ക് ഓഫ് ആണെങ്കിലും ഒക്കെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ ഭയങ്കരമായിട്ട് പ്ലാനിങ്ങും ഇല്ല കേട്ടോ. ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് ചൂസ് ചെയ്യാൻ ഒരുപാട് സ്റ്റോറീസ് ഒന്നും വരുന്നില്ല, പക്ഷെ വന്നതൊക്കെയും ഫോർച്ചുനേറ്റ്ലി ഭയങ്കര കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഫിലിം മേക്കേഴ്സ്, നല്ല സ്റ്റോറീസിൻ്റെയൊക്കെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഹെൽപ്പും ഇപ്പം 13 വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അത് ആക്ച്വലി കൊള്ളാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പം പെട്ടെന്നൊരു ബ്രേക്ക് കിട്ടി നമ്മൾ ഇങ്ങനെ ഒരു ഞാൻ അല്ല പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു ജേർണി തന്നെയാണ് എൻ്റെ ഒരു എനിക്ക് അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിലും ആ ജേർണി ഒരു പ്രാക്ടീസ് ആയിരുന്നു. അത് തന്നെയാണ് ഒരു ഫിലിം പ്രാക്ടീസ് ചെയ്ത അതെ പതിയെ അത് അല്ല എനിക്കൊന്നും നമ്മുടെ ആ കോർട്ട് സീനിൽ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് താൻ ഏതാ ആദ്യം ചെയ്ത, അല്ലെങ്കിൽ താൻ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണ് എന്നോട് ഈ ജോഗിങ് സ്റ്റോറിയൊക്കെ പറയാം. അപ്പം എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ചും ഭയങ്കര രസവും തോന്നി. കാരണം ഞാനൊരു 23-24 വയസ്സ് വരെ ഭയങ്കര ക്ലൂലെസ് കഴിയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര റിലേറ്റബിലിറ്റി. അതായത്
ആൾക്കാർ പറയും, ആൾക്കാർ എന്താണ് ആകണം എന്ന് ഏകദേശം നമ്മളൊരു 10 വയസ്സ് മുതലൊക്കെ ചോദിക്കുമല്ലോ, എന്താകാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പം വലിയ മുതിർന്ന ആളുകളൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞ് തടി തപ്പുക, കൂട്ടുകാരോടാണെങ്കിൽ അറിയില്ലടാ എന്ന് പറയുക, അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 24 ഒക്കെ കഴിഞ്ഞ് ഞാൻ ചാനലിലൊക്കെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ നമ്മളിപ്പോൾ ഒരു ഫിലിം മേക്കറെയോ അതിൻ്റെ സ്ക്രീൻ റൈറ്ററെയോ ആക്ടറെയോ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആ സിനിമ കാണണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെഫറൻസ് മൂവീസ്, ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ഇത് നല്ല രസമുള്ള പരിപാടിയാണല്ലോ എന്ന് തോന്നിയിട്ട് ഇതിനകത്തോട്ട് വന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ പെട്ടെന്ന് ലക്ഷ്യമില്ല എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് റിലേറ്റബിലിറ്റി തോന്നുന്നു. അതായത് അവൻ ആ ടൈം എടുത്തോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഇത്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എന്നെ ഭയങ്കര പുഷ് ചെയ്ത് ഏതെങ്കിലും പാഷനിലോട്ട് വിട്ടെങ്കിൽ ഞാൻ ഇത്രയും വർഷം ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്യില്ല. കാരണം ഇത് എന്താ പറയുന്നത്, വേറെ ആരുടെയും മോട്ടിവേഷൻ അല്ലാത്തതിൻ്റെ പേരിൽ ഇതിൻ്റെ ഫെയിലിയറും സക്സസ്സും എല്ലാം എടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പം എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ജെന്യുവൻലി ആളുകൾക്ക് എന്തെങ്കിലും തോന്നുന്ന ചെയ്യട്ടെ. അപ്പം അഥവാ പെട്ടെന്ന് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ തോന്നിപ്പിക്കാൻ നിൽക്കണ്ട, അവന് തോന്നിക്കോളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പൊ രണ്ടുപേരെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മൾ പോലും അറിയാണ്ട് ഡെഫിനറ്റ്ലി ഇതിനോട് എന്തായാലും നമുക്കൊരു കാര്യത്തോട് ഇഷ്ടം ഉണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മളെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം എന്തൊക്കെയോ അങ്ങ് പഠിച്ചു എന്നൊന്നും തോന്നുന്നില്ല. കാരണം വീണ്ടും നമുക്ക് പുതിയ ഫിലിം, എനിക്കൊന്ന് ഈ തൊഴിലിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാണ്. ഒരു ഫിലിം മേക്കറിന് അയാൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു 2-3 സിനിമ ഒരു വർഷം ചിലപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ആസ് എൻ ആക്ടർ നമുക്ക് അത്രയധികം ഫിലിം മേക്കേഴ്സ് സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഒരാളുടെ വിഷനേ അല്ല, ആക്ടിങ്ങിനെ പറ്റിയുള്ള ധാരണയേ അല്ല മറ്റൊരാളുടെ. അതായത് കുറച്ച് ഇങ്ങനെ വേണം എന്ന് പറയുന്ന ഒരു സ്പേസിൽ നമ്മൾ അത്ര ഇമോട്ട് ചെയ്യുമ്പോൾ എന്തിനാ ഇത്ര ഇമോട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ഫിലിം മേക്കറിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ അടുത്ത വർക്ക് ചെയ്യുന്നത്. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ സ്പെക്ട്രം ഭയങ്കര വലുതാവും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും വേണ്ടത് എന്ന് പറയുന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നു മീഡിയത്തെ നമ്മൾ ഇപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലെജൻസ് ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സും ഇത്രയധികം ഫിലിം മേക്കേഴ്സിനെ കവർ ചെയ്ത് അവർക്കുണ്ടായ വിവരമാണ് സിനിമയെ പറ്റിയുള്ളത്. അതിൻ്റെ സ്പെക്ട്രം വലുതായി ഇതിൻ്റെ ഈ വിവരങ്ങളുടെ എല്ലാം കൂടെ അമാൽഗമേഷനാണ് ഇപ്പോൾ അവർക്കുള്ള വിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനും അതേ ഉള്ളൂ, ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് പോവുക. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഈ ജേണി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയോണ്ട് ഞാൻ ചോദിക്കുകയാണ്, രണ്ടുപേരും ഇത്രയും നാൾ സസ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു യാത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞായിരിക്കും. ഇപ്പോൾ വിഷ്ണുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആങ്കറിങ്ങിൽ തുടങ്ങി, അതായത് സിനിമ കണ്ടിന്യൂസ്ലി ചെയ്യുന്നു. ദിവ്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സിനിമകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ജേണി ആക്ച്വലി എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു നല്ല വർക്ക് ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് നല്ലൊരു വർക്ക് ഇങ്ങനെ പോകുന്ന ആ ഒരു ജേണി എത്രത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞതാണോ, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമാണോ കമ്പാരിറ്റീവ്ലി? എന്താണ് നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് അതിൻ്റെ അത്? അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിൽ എത്തുമ്പോൾ ഒരു സിനിമ വരും, നമ്മൾ രക്ഷിക്കാനായിട്ട് ഒരു വള്ളി സൈഡിൽ അപ്പൊ അതൊക്കെ പോകും, അതൊക്കെ മാറ്റി കളയും, ചെയ്യും. അതായത് ഈ ഗ്യാപ്പുകളാണല്ലോ ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഇത് ചെയ്യാണ്ടിരിക്കുമ്പോ അങ്ങനെ. അപ്പൊ പിന്നെ മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ, അല്ല എന്തിനിപ്പം അതിടയ്ക്ക് വരും, ആ ബോധം വരുമല്ലോ, ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. ഇപ്പൊ ഞാൻ ഇപ്പം ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒന്നുമില്ല, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ ഈ ഒരു ഇതില് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു സബ് കോൺഷ്യസ്ലി ഒരു ഹോപ്പ് ഉണ്ട്. ഞാൻ ഹോപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ ഹോപ്പ് ഉണ്ട്. ഒപ്റ്റിമിസം മാത്രമാണ് ഇതിലെ കൈമുതൽ. അല്ലാതെ നാളെ ഏതോ ഒരു ഫിലിം മേക്കർ അവര് എത്രയോ കാലം കൊണ്ടിരുന്ന് എഴുതിക്കൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ നാളെ വരും എന്ന് പറയാനും പറ്റത്തില്ല. വരുമായിരിക്കും എന്നൊക്കെ പറയാനല്ലേ പറ്റൂ. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ബാക്കിയുള്ള എല്ലാ പ്രൊഫഷനിലും നിൽക്കുന്നവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവ്രിബഡി ഹാസ് സ്ട്രഗിൾസ്. മനസ്സിലായോ? എല്ലാ ജോലിയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഫിനാൻഷ്യലി എന്താ പറയുന്നത്, അത്രയും ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്ത ആളുകൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ കുറവാണ്. അതായത് കോൺസ്റ്റൻ്റ്ലി പണിയെടുത്ത് അതായത് ഇതിന് ഇത്ര ഒരു മണി കിട്ടും, അതിന് കൃത്യമായ ചെലവുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കണക്ക് കൂട്ടി അടുത്ത മാസത്തിലേക്ക് ജീവിക്കുന്നവരാണ് മെജോറിറ്റി.
മനസ്സിലായി. അപ്പം നമ്മൾ പിന്നെ ആ തരത്തിൽ നമ്മൾ നമ്മുടെ പ്രൊഫഷൻ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സ്പേസിൽ സ്ട്രഗിൾ ഇല്ലാതെ ഒരു ഭയങ്കര കേക്ക് വാക്ക് ഒരിക്കലും സാധ്യമല്ല. എസ്പെഷ്യലി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്താ പറയുന്നത് ഭയങ്കര ഫിലിം ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാത്തവർക്ക്. അപ്പോൾ നിങ്ങൾ അത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സ്പേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് കംപ്ലൈൻറ്റ്. അതായത് ഇതിനെ കംപ്ലൈൻറ്റ് ചെയ്യും, ഇതിൻ്റെ സ്ട്രഗിള് ഭയങ്കരമാണ് എന്ന് നമ്മൾ സിനിമയിലുള്ള ആളുകളെ മാത്രം നോക്കി വിചാരിക്കരുതെന്ന് എനിക്ക് തോന്നുന്നു. ടോട്ടലി ഉള്ള നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ അതുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ എന്ന് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ പല പ്രൊഫഷനിൽ നിൽക്കുന്നവരടുത്ത് നമ്മുടെ സ്ട്രഗിൾ പറയുമ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നു ഇതിൽ എന്ത് ലീസ്റ്റ് സ്ട്രഗിളാണ് നമ്മുടെ, മനസ്സിലായി. അതല്ല, അപ്പോൾ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സ്പേസിൽ ഈസി വാക്കിൽ വന്ന് സിനിമകളൊക്കെ ചെയ്ത് ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ അച്ചീവ് ചെയ്ത് എവിടെയോ ഇരിക്കാമെന്ന് ആരും കരുതേണ്ടത്. സ്വഭാവം മാറുന്നേ ഉള്ളൂ. ആദ്യം എന്തെങ്കിലും ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ഓക്കെ, ഇപ്പോ ചിലപ്പോ മേ ബി അത് മാറിയിട്ട് അതിനേക്കാളും ബെറ്റർ സ്പേസിലാവുമല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണം, ഈ ആക്ടറിന്റെ കൂടെ അഭിനയിക്കാൻ തോന്നും, ഈ ഫിലിം മേക്കറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തോന്നും. പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ വരുന്ന ഗ്യാപ്പുകളാണെങ്കിലും ഇപ്പൊ നോർമലി എന്റർടൈൻമെന്റ് ആർട്ട് റിലേറ്റഡ് അല്ലാത്ത ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ഹോംവർക്ക് എന്ന് പറയുന്നത് തന്നെ എന്ത് എന്റർടൈനിങ് ആണ്. നമ്മളിരുന്ന് സിനിമ കാണുക, സത്യം എന്നുവെച്ചാൽ നമ്മളെ പെർസ്പെക്റ്റീവ്സ് വേറെ ആണല്ലോ, വെറുതെ ഒരു സിനിമ കാണലല്ലോ, നമ്മളുടെ കാഴ്ച മാറി നിൽക്കുമ്പോ. അപ്പൊ അതാണ് നമ്മുടെ ഹോംവർക്ക്. അപ്പൊ അത് എന്ത് രസം അത്. ഞാൻ അങ്ങനെ ആ രീതിയിൽ ഗ്രേറ്റ്ഫുൾ ആവുന്ന. ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മളെ ഇപ്പോ യാത്രയുടെ കാര്യമൊക്കെ പറഞ്ഞ് തിരിച്ചെനിക്ക് തോന്നുന്നത് മസ്തിഷ്ക മരണത്തിലേക്ക് നമ്മൾ വരണം എന്ന് എനിക്ക് തോന്നുന്നു. സമയമായി വല്ലാത്ത യാത്രയായി, എവിടെയോ പോയി ഞാൻ. പക്ഷെ രസമില്ലായിരുന്നു ഇത് നമ്മളെ ഇതൊന്നും നമുക്ക് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പോയിന്റ്സ് കിട്ടും. അപ്പൊ ഞാൻ തന്നെ ഒരു ക്ലാരിറ്റിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അതിനുള്ള ഫീസ് ഞാൻ പിന്നെ മേടിച്ചോളാം. അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ചിലർ ഇന്റർവ്യൂവിൽ മാത്രമല്ല, നമ്മളോട് എന്തെങ്കിലും ഒരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇതിന്റെ ഉത്തരം എനിക്ക് അറിയായിരുന്നു, ഇത്ര ക്ലാരിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഡൗൺ ആയിട്ടൊക്കെ വിളിക്കുമ്പോഴും നമ്മുടെ ആഗ്രഹമാണ് അവരെ ഓൺ ആക്കണം എന്നുള്ളത്. ഏറ്റെടുക്കും. സംസാരിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഓക്കേ. നമ്മള് മസ്തിഷ്ക മരണത്തിലെ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ പറയാമോ രണ്ടുപേരും എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ പറ്റുമോ? എന്താണ് ഒരു ലിമിറ്റ് വരെ ഉണ്ട്. പറയൂ, കേൾക്കട്ടെ. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഡോൺ എന്നാണ്. ഇതിലൊരു അഡ്വക്കേറ്റ് ആണ്. ഇതിലേറ്റവും ഭയങ്കര ഹൈ എന്ന് പറയുന്നത് 2046 സ്പേസ് ഒക്കെ ആയതിൻ്റെ പേരിൽ സാധാരണ നമുക്കൊരു വക്കീലിൻ്റെ വേഷം കിട്ടുമ്പോൾ അതിനൊരു ഡെക്കറുണ്ട്. അതായത് അവിടെ കീപ്പ് ചെയ്യേണ്ട ഒരു എന്താ പറയുന്നത്, നമുക്ക് കോടതിയിൽ ടോട്ടലി ആ ഡെക്കറം കീപ്പ് ചെയ്ത് വാദിക്കാനേ ഒരു ലോയറിന് ഒരു സിനിമയിൽ പറ്റുള്ളൂ. അപ്പം ആ സ്പേസിൽ നിന്ന് ഭയങ്കരമായി ക്രേസി ആയിട്ട് എൻഹാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ ഡെക്കറം സ്പേസുകൾ പോലും കീപ്പ് ചെയ്യാതെ എന്താ പറയുക, ലോകത്ത് ഇങ്ങനെ രണ്ട് വക്കീലന്മാർ എവിടെയും ബാധിച്ചിട്ടുണ്ടാവില്ല. അതെ 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 അതെ. അപ്പോൾ അതായിരുന്നു ഇതിലെ നമ്മുടെ ഹൈയും. നമുക്ക് രണ്ടുപേർക്കുമാണ് അത്യാവശ്യം എനിക്കൊന്ന് ഫൈനൽ സ്പേസിലേക്ക് വരുമ്പോൾ ഉള്ള വെർബോസ് കൂടുതലും, വെർബൽ ഫൈറ്റ് കൂടുതലൊക്കെ. അപ്പം ഭയങ്കര സീരിയസ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പം പോലും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്, അതായത് എസ്പെഷ്യലി ഫിലിം മേക്കർ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫണ്ണുണ്ടായിരുന്നു ഇത്രയും ഭയങ്കര പ്രമാദമായ ഒരു കേസ് വാദിക്കുമ്പോൾ. അതാണ് ഈ ക്യാരക്ടർ. ഇത് ഡെസ്റ്റിമോണാണ്. ഡോണും ഡെസ്റ്റിമോണ രണ്ട് എതിർഭാഗം വക്കീൽ. അതെ, ഫ്രീലാൻസർ എന്നൊക്കെ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് നെയിം പ്ലേറ്റ്. അപ്പം അല്ല, ദാറ്റ് മീൻസ് കോൺഫിഡൻസ് കുറച്ച് കുറവ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇവര് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. പക്ഷെ ഇടയ്ക്ക് പണി പോളും. അങ്ങനെ ഈ പറഞ്ഞ പോലെ. പിന്നെ എന്നെ അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കൃഷാന്ത് വിളിക്കുന്നു. പക്ഷെ കുറച്ച് ഹ്യൂമറാണ്, കോമഡി. അപ്പം എനിക്ക് ഓക്കെ. അത് കഴിഞ്ഞ് ഇതിനകത്തൊരു കോർട്ട് റൂം ഡ്രാമയുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു വേറൊരു വേൾഡിലാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ജഡ്ജി ആയിട്ടുള്ള ഇക്വേഷനൊക്കെ വേറെയാണ്. എന്നുവെച്ചാൽ റെസ്പെക്റ്റ് ഇല്ല എന്നല്ല പറയുന്നത്, റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ അത് ഞാൻ സ്പോയിലർ ആവുന്നില്ല.
അപ്പോൾ ഇത് ഭയങ്കര ഭയങ്കര മോണോലോഗ്സ് ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് ഡയലോഗ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നോർമലി നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇന്ന് വാദിക്കുന്നു എന്നല്ലേ വിചാരിക്കുള്ളൂ അഡ്വക്കേറ്റ്സ്. പക്ഷെ സീരിയസ് ആണ്, പക്ഷെ അതിൽ ഭയങ്കര ഹ്യൂമറും ഫണ്ണും ഉണ്ട്. കയ്യിൽ നിന്നൊക്കെ പോവും. പക്ഷെ ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത്രയും പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടോളാം. ഇനി ഇവിടെ നമ്മൾ ഇതൊരു കൃഷാന്ത് സിനിമയാണ്. കൃഷാന്ത് ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും വല്ലാത്തൊരു ക്ലാരിറ്റി ഉള്ളൊരു സംവിധായകനാണ്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ വർക്കുകളും അതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ ബാക്ക് സ്റ്റോറി എല്ലാം കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നിയൊരു പോർഷൻ ഈ സിനിമയിൽ ഉണ്ടായോ? അല്ലെങ്കിൽ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ ഒരു സിനിമയിൽ ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിനിമാ പ്രവർത്തകൻ എന്നൊക്കെയുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കയറാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നോ എന്തെങ്കിലും? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ നാടകത്തിൽ കോമഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എൻ്റെ പ്രീവിയസ് റോൾസ് നോക്കുവാണെങ്കിൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ ഈ വേൾഡിൻ്റെ ഭാഗമായിട്ട് മാത്രം പറയല്ല, ആസ് എ ക്യാരക്ടർ ഈ പറഞ്ഞ ഹ്യൂമർ ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ മേലെ ഇത് അഡ്വക്കേറ്റ് ആണ്, അതിൻ്റെ മേലെ അത് കോർട്ട് റൂമാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഈ ഇൻ ബിറ്റ്വീൻ എവിടെയാണ് ജോക്സ് ലാൻഡ് ചെയ്യുന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ഇപ്പം ഞാൻ വിഷ്ണു നമ്മുടെ കൂടെയുള്ള കോ ആക്ടേഴ്സിൻ്റെ അടുത്തും വേറെ ശ്രീനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കൂടെ തന്നെ അഭിനയിക്കും നമ്മുടെ, അപ്പം അതുപോലെ ഫിലിം മേക്കറുമായിട്ടുള്ള ഡിസ്കഷൻസ് അവിടെ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഭയങ്കര എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതില് എന്നെക്കാളും കൂടുതൽ കുറച്ചും കൂടെ ഫിസിക്കലി തന്നെ എന്താ പറയുക ഹ്യൂമർ കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു ദിവ്യ. അത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഹ്യൂമർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെയിലാവുമോ എന്നുള്ള പേടി ഇല്ലാതെ ചെയ്താലേ ഇത് വർക്കാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഇത് ഓവർ ആക്ടിങ് ആണോ, ഇത് ജോക്കാണോ എന്നൊക്കെ ആലോചിച്ചാൽ പോയി. അപ്പം അങ്ങനെ ആലോചിക്കാത്തൊരു പ്രോസസ്സ് ഉണ്ട് ദിവ്യക്ക് ഇതിൽ ഉണ്ടായിരുന്നു. അത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അല്ലല്ല വൈൽ പ്ലേയിങ്, അതിനു മുമ്പ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുമല്ലോ. പക്ഷെ വൈൽ പ്ലേയിങ് ബാക്ക് ഓഫ് ദ മൈൻഡ് ചിലപ്പോൾ ചില ആക്ടേഴ്സ് ലൈൻസ് ആലോചിക്കുകയോ അല്ലെങ്കിൽ അവര് അങ്ങനത്തെ സ്ഥലമില്ല, ടെക് അങ്ങനത്തെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അപ്പൊ ഈ സ്പോർട്ട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഡിസ്കസ് ചെയ്താലും ഈ പറഞ്ഞ സ്പോട്ടിൽ വരുന്ന ചില സാധനങ്ങളുണ്ട്. അപ്പൊ വിഷ്ണുവിന്റെ ചില പോസസും വിഷ്ണുവിന്റെ ചില ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ട്. അപ്പം അതിന് ഞാൻ റിയാക്ട് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് റിയാക്ട് ചെയ്യാൻ എപ്പോഴത്തെ എന്തെങ്കിലും കിട്ടണ്ടേ ചില പോസസ്. മനസ്സിലായി. അപ്പൊ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി വിഷ്ണുവായിട്ട് വർക്ക് ചെയ്യാൻ. ഇനിയും വർക്ക് ചെയ്യണം എന്നൊക്കെ. എന്തായാലും അഭിനയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോ ഒരു ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ ഒരു ഔട്ട്പുട്ട് വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അവിടെ ചോദ്യം ചോദിക്കേണ്ടായിരുന്നു, ചിരിക്കേണ്ടായിരുന്നു, തലയാട്ടനായിരുന്നു എന്നൊക്കെ തോന്നും. നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ റോളുകളും കാണുമ്പോഴും നിങ്ങളും മനസ്സിൽ നിങ്ങളെ സ്വന്തം വിമർശിക്കുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും കുറവ് വിമർശനം നിങ്ങൾ തന്നെ രണ്ടുപേർക്കും കൊടുത്ത്, അത് വിഷ്ണുവിൻ്റെ റോളും ദിവ്യയുടെ റോളും അത് ഏതായിരിക്കും? അതായത് തമ്മിൽ ഞാൻ കുറവ് വിമർശിച്ചത് ഈ റോളാണെന്ന് പറയുകയാണെങ്കിൽ ഏതായിരിക്കും? എനിക്ക് തോന്നുന്നത് എന്താ പറയുക, എനിക്ക് എപ്പോഴും അതായത് ആളുകളെല്ലാവരും ഇഷ്ടപ്പെട്ട് എന്ന് പറയുന്നത് പോലും എനിക്ക് ഒരിക്കലും ഒരു സ്ട്രേഞ്ചർഷിപ്പ് കിട്ടത്തില്ല അതിനോട് കാണുമ്പോൾ എനിക്ക്. പക്ഷെ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ നമുക്ക് അവിടുത്തെ ക്രൗഡും എല്ലാം പോയി ഒരു 6 months 8 months ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്ട്രേഞ്ചർഷിപ്പ് കിട്ടും. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ കണ്ടിട്ട് കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നിയത് ഇൻസോംനിയാണത് താൻ പറഞ്ഞ അതാണ്. അതിൽ എനിക്ക് അതായത് ബാഡ് ജോബ് അല്ലേ, സീംസ് ഡീസൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് അതിൻ്റെ റൈറ്റർഷിപ്പ് സ്പേസും കൂടെ ഒക്കെ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഇതിനു വേണ്ടി ഒരുപാട് പ്രെപ്പ് എടുക്കാതെ തന്നെ ഭയങ്കര നാച്ചുറലി ചെയ്തേക്കുന്ന ആക്റ്റുകൾ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഓക്കെ ഇവിടെ സംതിങ് ലോസ്റ്റ് എന്ന് ഫീൽ ചെയ്യണം. അങ്ങനെ ലോസ്റ്റായിട്ട് തോന്നുന്നുണ്ട് അയാളെ എന്നുള്ള സാധനം. ഇപ്പം ഞാൻ ചെയ്തത് എങ്ങനെ ഉണ്ടെന്നുള്ളത് വിട്ടിട്ട് നമ്മളൊരു വർക്ക് മാത്രമുള്ള സംഭവമില്ലേ. പക്ഷേ നമ്മളത് ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും ഇരുന്ന് കാണുകയാണെങ്കിൽ അത് ഞാൻ എന്താ ചെയ്തെന്നായിരിക്കും ഞാൻ നോക്കുക. മനസ്സിലായി, അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്കൊന്നും മച്ചാൻ ചെയ്ത ഇൻ്റർവ്യൂസ് തന്നെ ഒരു വർഷം ഒക്കെ കഴിഞ്ഞിട്ട് റീവാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തുള്ള ഒരു ടെൻഷനില്ലേ, അതൊന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ പറ്റും. സത്യം. അപ്പോൾ
അങ്ങനെയാണ് ഞാൻ എൻ്റെ വർക്ക് എപ്പോഴെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യാറുള്ളത്. അടിപൊളി. ദിവ്യയുടെയോ? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടൊക്കെ എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിരിക്കും. ഈ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ടത് എവിടെയെങ്കിലും സ്ക്രീൻ ചെയ്യുമ്പോൾ ഇപ്പം എനിക്ക് അറിയിപ്പ് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഓൾ വി ഇമാജിനും തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലെസ് വിമർശനം നമുക്ക്. പിന്നെ ഡോൺ പാലത്തിലയുടെ ഫാമിലിയിലും ചില സീൻസ് തോന്നിയിട്ടുണ്ട്. അയ്യോ, അത് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര അടിപൊളിയാണ്. അല്ല, അറിയിപ്പിൽ പറഞ്ഞ പോലെ മാസ്ക് ഇട്ടിട്ട് 2 കണ്ണ് മാത്രം കൊണ്ട് പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ എന്നെ അതിലും കൊള്ളാം എന്റെ ഒരു കാര്യമല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് ദിവ്യ ഉദ്ദേശിച്ചത് ഒന്നാണ്. ഡീസന്റ് എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ക്രിറ്റിക്സും അങ്ങനെയുള്ളവരൊക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ, നമ്മളൊന്ന് കൺഫേം ചെയ്യത്തില്ലേ, അത്ര അങ്ങനെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മള് മസ്തിഷ്ക മരണത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി, ലൈഫിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, അടിപൊളിയായിട്ട് നമ്മുടെ സംസാരം മുന്നോട്ട്. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഫെബ്രുവരി 27 നമ്മളെല്ലാവരും ഉണ്ടാവും. തോന്നില്ലേ? അതല്ലേ പ്രശ്നം, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കുന്ന സിനിമ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. തകർക്ക, ഒരുപാട് അടിപൊളി റോളുകൾ ബാക്ക് ടു ബാക്ക് ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്ക് ടു ബാക്ക് വേണ്ട, കുറച്ച് ഗ്യാപ്പ് വേണം നമുക്ക്, മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം വേണം. അല്ല, എനിക്ക് ഇത്തിരി ബാക്ക് ടു ബാക്ക് ആയാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.